കൺസ്യൂമർ കോടതിയിൽ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ജില്ല കൺസ്യൂമർ കോടതി ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത ശേഷം അവിടെ പോവുക. ഞാനിപ്പോ സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് കാണിക്കുന്ന പോലെ ബഹുമാനപ്പെട്ട ജില്ല ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മുമ്പാകെ എന്ന് എഴുതിയ ശേഷം CC നമ്പർ -2025 എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെയും നിങ്ങളുടെ എതിർകക്ഷിയുടെയും പേരും അഡ്രസ്സും ചേർക്കുക. ഇതിനുശേഷം ഉപഭോക്തൃ നിയമം 35 പ്രകാരം ബോധിപ്പിക്കുന്ന പരാതി എന്ന് എഴുതിയ ശേഷം നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ സർവീസ് സെന്ററിൽ വിളിച്ചപ്പോൾ അവരുടെ പ്രതികരണം, ഈ പ്രശ്നം മൂലം നിങ്ങൾക്കുണ്ടായ സാമ്പത്തിക, ശാരീരിക, മാനസിക വേദനയ്ക്ക് വേണ്ടിയുള്ള നഷ്ടപരിഹാരം ചോദിക്കുക. ഏറ്റവും താഴെ നിങ്ങളുടെ ഒപ്പും. കഴിഞ്ഞു. ഇതാണ് ഒരു കംപ്ലൈന്റിന്റെ ഫോർമാറ്റ്. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡും ബില്ലും പേയ്മെന്റ് നടത്തിയ പ്രൂഫും എല്ലാ തെളിവും അതിന്റെ ഒപ്പം സ്റ്റാപ്ലർ ചെയ്ത് വെക്കുക. ഈ പറഞ്ഞതിന്റെ എല്ലാം 3 കോപ്പി കോടതിയുടെ ഓഫീസിൽ സമർപ്പിക്കുക. എത്ര എതിർ സാക്ഷികളുണ്ടോ അത്ര തന്നെ കോപ്പീസും ആ ഓഫീസിൽ നിങ്ങൾ കൊടുക്കുക. ഇതിനുശേഷം ഈ ജാഗ്രതി എന്ന വെബ്സൈറ്റിലും പരാതിയുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യം ഒരു തെറ്റുമില്ലാതെ ചെയ്താൽ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. ആ ഡേറ്റിൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് കറക്റ്റായി ജഡ്ജിനോട് പറയാം. നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് സ്ട്രോങ് ആണ്, കോടതിക്ക് നിങ്ങളുടെ ഭാഗമാണ് ന്യായമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 3 to 8 മാസം ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വന്നേക്കാം. ഇല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം സെറ്റിൽമെന്റിൽ തീർന്നേക്കാം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഒരു മുട്ടുസൂചി തൊട്ട് നിങ്ങൾ ഒരു എയറോപ്ലെയിൻ വരെ വാങ്ങാൻ നിൽക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളെ പെറ്റിച്ചാണ്, അതിന്റെ ഉപയോഗം അതല്ല എന്നിട്ട് അതാണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ സാധനം ബിസിനസിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോടതിയിൽ പരാതിപ്പെടാം.